السلام عليكم ورحمة الله. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. إياك نعبد وإياك نستعين. ബഹുമാന്യനായ അധ്യക്ഷൻ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെയും അൽ ഇസ്ലാഹ് റേഡിയോയിലൂടെയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ പ്രഭാഷണം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഒരു ഒഴിവ് ദിവസത്തെ ഇന്ന് രാവിലെ മുതലുള്ള വിജ്ഞാന സമ്പാദനത്തിൻ്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. ഒരു മഹത്തായ ഭവനത്തിൻ്റെ മുമ്പിൽ പന്തൽ തയ്യാറാക്കിയാണ് നാം അല്പം ഞെരുങ്ങി ഇവിടെ കഴിച്ചു കൂട്ടുന്നത്. ഈ ഒരു സ്ഥാപനമൊക്കെ ഉണ്ടാകുന്നതിന് വേണ്ടി പാടുപെട്ട് പണിയെടുത്ത പലരും മരണപ്പെട്ടു പോയി, പലരും ജീവിച്ചിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരമൊരു സ്ഥാപനം, പള്ളിയും മദ്രസയും ഒക്കെ ഉണ്ടാകുന്നതിന് വേണ്ടി അധ്വാനിച്ച എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാന്യനായ സക്കരിയ സ്വലാഹി ആയിരുന്നു ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടിയിരുന്നത്. അദ്ദേഹത്തിന് അസുഖമായി അങ്ങോട്ട് വരാൻ പറ്റാത്ത തരത്തിൽ കിടക്കുകയായതുകൊണ്ടാണ് ഞാൻ വരേണ്ടി വന്നത്. ഈ പരിപാടിയിൽ നിന്നും എനിക്ക് പങ്കെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ സംസ്ഥാന തലത്തിലൊരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. ഒരു അത്യാവശ്യം കൊണ്ട് എനിക്കിന്ന് സ്റ്റേറ്റ് കമ്മിറ്റി ലീവ് തന്നു. ചുഴലിക്കാർ പറഞ്ഞു നിങ്ങൾക്ക് ലീവില്ല. അപ്പോൾ പിന്നെ ഞാനത് സ്വീകരിച്ചു. ഉച്ചയ്ക്ക് ശേഷം ഇങ്ങോട്ട് വന്നതാണ്. വളരെ നിത്യപ്രസക്തമായ ഒരു വിഷയത്തെയാണ് നമുക്ക് സമീപിക്കാനുള്ളത്. ഈ വിഷയത്തിൽ ആവശ്യമെങ്കിൽ സദസ്സിലുള്ളവർക്കും പങ്കുചേരാവുന്നതാണ്. വിവാദങ്ങൾ ഈ സമയത്തിനുള്ളിൽ ഏതെല്ലാം പോയിന്റ്സ് എൻ്റെ മനസ്സിൽ വരുമെന്നറിയില്ല. അതുകൊണ്ട് ഏത് സംശയവും നിങ്ങളുടെ സീറ്റിലിരുന്നോ എഴുതിയോ ചോദിക്കാവുന്നതാണ്. കാരണം നമ്മൾ അവതരിപ്പിച്ചു വരുന്ന വിഷയങ്ങളിൽ ചിലത് ക്ലിയർ ആകാനുണ്ടെങ്കിൽ ഒരു ചെറിയ പേപ്പറിൽ നമുക്ക് വേണമെങ്കിൽ അത് കുറിച്ച് ഇങ്ങോട്ട് കൊടുത്തയക്കാം. അതല്ലെങ്കിൽ എഴുന്നേറ്റ് ചോദിക്കാം. അതിനൊന്നും വിരോധമില്ല. കാര്യം ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു സെഷൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോഴുണ്ടായിരിക്കുന്ന വിവാദങ്ങളുടെ അടിസ്ഥാനം എന്താണെന്നും അതിലെന്താണ് യഥാർത്ഥ വസ്തുതയെന്നും ചോദിച്ചറിയുക. സക്കരിയ സ്വലാഹി നേരിട്ടാകുമ്പോൾ ജിന്നിനോട് സഹായം തേടാമെന്ന അഭിപ്രായമുണ്ട് എന്ന് പറയുന്ന ആൾ മൈക്കിന് മുമ്പിൽ വന്ന് അങ്ങനെ ഉണ്ടോ അല്ലേ എന്ന് അദ്ദേഹത്തിന് തന്നെ കേൾക്കാമായിരുന്നു. അദ്ദേഹത്തിന് അസുഖമായതുകൊണ്ട് വരാൻ സാധിച്ചില്ലെങ്കിലും ഒട്ടേറെ സീഡികൾ നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ പ്രോഫ്കോണിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥിനിയുടെ മുമ്പിൽ ഈ ആരോപണത്തെപ്പറ്റി ചോദിച്ചപ്പോൾ പ്രോഫ്കോണിൻ്റെ സീഡിയിൽ നമുക്ക് കാണാം, എനിക്ക് അങ്ങനെ ഒരു വാദമില്ല എന്ന് അദ്ദേഹം തുറന്നു പറയുകയും വഹീദ്ദീൻ ഷെഹെ രക്ഷിക്കണേ എന്നത് ഏതുപോലെ ശിർക്കാണോ അതേപോലെ ശിർക്കാണ് ജിന്നെ കാക്കണേ മലക്കെ കാക്കണേ എന്ന് വിളിക്കലും എന്ന് അദ്ദേഹം പറഞ്ഞ കാര്യം പ്രോഫ്കോണിൻ്റെ സീഡിയിലും മറ്റും നമുക്ക് കാണാം. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ആരെക്കുറിച്ചാണോ ഏത് വിഭാഗത്തെക്കുറിച്ചാണോ ആരോപണം അവരിൽ നിന്ന് കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്.
മുജാഹിദ് പ്രസ്ഥാനം കാലാകാലങ്ങളിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിട്ടിട്ടുണ്ട്. ആശയപരമായ പ്രതിസന്ധികൾ തുടക്കത്തിൽ നമുക്കൊരു അല്പമൊരു പ്രയാസമായി തോന്നുമെങ്കിലും വിഷയം പഠിക്കുമ്പോൾ നമുക്കതൊരു പ്രയാസമല്ല എന്ന് ബോധ്യപ്പെടും. അത് സമസ്തയുമായുള്ളതായിരുന്നാലും ജമാഅത്തുകാരുമായുള്ളതായിരുന്നാലും പിന്നീട് തീവ്രവാദ ലൈനിലേക്ക് നീങ്ങിയ ജമാഅത്തിൻ്റെ ഭാഗമായി വന്നവരായിരുന്നാലും ചേകനൂർ വിഭാഗമായാലും അഹ്ലുൽ ഖുർആൻ എന്ന മറ്റൊരു വിഭാഗമായിരുന്നാലും അതുപോലെ 2002 പിരിഞ്ഞുപോയ മടവൂർ വിഭാഗമായിരുന്നാലും ആശയപരമായ വിഷയങ്ങൾ അത് മാറ്റുരക്കുമ്പോൾ നമുക്കാരുടെ മുമ്പിലും ചൂളിപ്പോകേണ്ടതില്ലാത്ത തരത്തിൽ തല ഉയർത്തി നെഞ്ചു വിരിച്ച് മറുപടി പറയാൻ പറ്റാത്ത ഒരു വിഷയവും നമുക്കില്ല. അങ്ങനെ വല്ല വിഷയവും വന്നാൽ അന്ന് നമ്മൾ ഇതിൽ നിന്നും വിട്ടുപോകുന്നതാകും നല്ലത്. കാരണം ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ മതപരമായ അഭിപ്രായ വ്യത്യാസമുള്ള ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഉത്തരം പറയാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ആദർശത്തിൽ എന്തോ തകരാറുണ്ട് എന്നാണ്. അപ്പോൾ നമ്മൾ ഫിർഖത്തുൻ നാജിയിൽ അല്ല, രക്ഷപ്പെട്ട കക്ഷിയിൽ അല്ല എന്ന് നമുക്ക് ഉറപ്പാകും. അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിഷയങ്ങൾ മൊത്തത്തിൽ 2 തരത്തിൽ നമുക്ക് തിരിക്കാം. ഒന്ന് ആദർശ പ്രശ്നം, മറ്റൊന്ന് സംഘടനാ പ്രശ്നം. ഈ രണ്ടിൻ്റെ ഏതെങ്കിലും ഒരു ഹെഡിങ്ങിൻ്റെ കീഴിലായിരിക്കും നമ്മുടെ ഇപ്പോഴത്തെ മുഴുവൻ വിവാദങ്ങളും നമുക്ക് കാണാൻ കഴിയുക. ആദർശത്തിന് വേണ്ടിയാണ് സംഘടന ഉണ്ടാക്കി എന്നതുകൊണ്ട് ആദർശപരമായ വിഷയത്തിൻ്റെ ഒരു ചെറിയ മുഖപുരക മാത്രം ആദ്യം പറയാം. ഇപ്പോഴുണ്ടായ 2012 ഏകദേശം മധ്യത്തോടുകൂടി പുറത്തു വന്നിരിക്കുന്ന വിഷയങ്ങൾ യഥാർത്ഥത്തിൽ 12 വർഷം പഴക്കമുള്ളതിൻ്റെ ഒരു തുടർച്ച മാത്രമാണ്. ഇപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിന് നേരെ, മുജാഹിദ് പ്രവർത്തകർക്ക് നേരെ, പ്രഭാഷകർക്ക് നേരെ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ ഒന്നും പുതിയതല്ല. എല്ലാം 2002 മുതൽ മടവൂർ വിഭാഗം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ തന്നെയാണ്. അവർ അന്ന് ചെയ്തത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരിൽ ഭൂരിഭാഗം ആളുകൾക്കും കഴിഞ്ഞ ഒരു 10-20 കൊല്ലക്കാലം നമ്മുടെ ഇപ്പോൾ വിവാദത്തിലിരിക്കുന്ന പല വിഷയങ്ങളും പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള അവസരം ഉണ്ടായിരുന്നില്ല. എന്നാൽ അതൊക്കെ രേഖയിലുണ്ട്. ജിന്ന് സിഹിർ പോലെ മടവൂർ വിഭാഗം വിവാദമാക്കി കൊണ്ടുവന്ന് KNM അന്ധവിശ്വാസത്തിലേക്ക് പോയിരിക്കുന്നു, AP-യും TP-യും അന്ധവിശ്വാസത്തിലേക്കാണ് ക്ഷണിക്കുന്നത് എന്ന് ദേശാഭിമാനി പത്രത്തിനും പിന്നീട് ലേഖനങ്ങളിലും അതുപോലെ തന്നെ പ്രസിദ്ധീകരണങ്ങളിലുമെല്ലാം വിശദീകരിച്ച ആ വിഷയം യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനം നേരത്തെ നിലപാടുകൾ വ്യക്തമാക്കിയതാണ്. ജിന്ന് സിഹിർ വിഷയം മാത്രം എടുത്താൽ ജിന്ന് എന്ന സൃഷ്ടിയെ തന്നെ നിഷേധിക്കുന്ന, ഒരു തരം നികൃഷ്ട ജീവികൾ മാത്രമാണ് എന്ന് പറഞ്ഞ ജിന്നിന്റെ അസ്തിത്വത്തെ പോലും നിഷേധിക്കുന്ന പ്രവണത ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതിനെ നാം നേരിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സിഹിറിന്റെ കാര്യവും. ഈ 2 വിഷയങ്ങൾ മാത്രം എടുത്താൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരിൽ ഏറ്റവും തലയെടുപ്പുള്ളവരിൽ ഒരാളായ മഹാനായ KM മൗലവി, അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ, അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഫത്വകളിൽ ഇന്ന് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം പച്ചയായി പറഞ്ഞിട്ടുണ്ട്. 1960കളിൽ എഴുതപ്പെട്ട മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയിൽ ആ കാര്യം കാണാം. അപ്പൊ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിലുള്ളൊരു നിലപാടാണ് നമുക്കതിലുള്ളത്. നമുക്കൊരു കാര്യത്തെക്കുറിച്ച് വിവരമില്ലെങ്കിൽ ആ യഥാർത്ഥ വിവരം പറയുമ്പോൾ എനിക്ക് പറ്റില്ല, ഞാൻ ഇത്രയും കാലം ഇങ്ങനെയല്ല പഠിച്ചത് എന്നൊക്കെ പറയാറുണ്ട്. ഒരിക്കൽ ഒരു നാട്ടിൽ ഒരു ഇസ്ലാഹി പ്രഭാഷണം സംഘടിപ്പിച്ചു. വളരെ ഭംഗിയായി മുജാഹിദ് പ്രസ്ഥാനത്തിന് പുതുതായ ഒരു ആശയം ഇവിടെ പറയാനില്ല എന്ന് സമസ്തക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വെച്ച് പ്രഭാഷകൻ പൂർണ്ണമായും സമർത്ഥിച്ചു. ഇത് കേട്ടുകൊണ്ടിരുന്ന ഈ പരിപാടി സംഘടിപ്പിച്ചവരിൽപ്പെട്ട ഒരാളുടെ പിതാവിൻ്റെ ജ്യേഷ്ഠൻ അഥവാ മൂത്താപ്പ. അപ്പോൾ പ്രഭാഷണം ആദ്യം മുതൽ കേൾക്കുന്നത് സന്തോഷത്തോടുകൂടി ഈ പ്രവർത്തകൻക്കാണ്. അൽഹംദുലില്ലാ, പരിപാടി വിജയിച്ചു, എൻ്റെ മൂത്താപ്പ മുഴുവൻ കേട്ടല്ലോ. അങ്ങനെ മറ്റൊരാൾ കൊണ്ട് ചോദിപ്പിച്ചു, എങ്ങനെയുണ്ടായിരുന്നു പ്രഭാഷണം? അദ്ദേഹം പറഞ്ഞു, ഞാൻ പ്രഭാഷണം മുഴുവൻ കേട്ടു, കേട്ട കാര്യങ്ങളൊക്കെ ശരിയാ, പക്ഷെ ഞാൻ മദ്രസ പഠിച്ചതിനെതിരാ, അപ്പോൾ എനിക്ക് സ്വീകാര്യമില്ല. കേട്ടതൊക്കെ ശരിയാണ്, പക്ഷെ ഞാൻ മദ്രസ പഠിച്ചതിനെതിരാണ്. അപ്പൊ മദ്രസയിൽ പഠിച്ചത് നേരെ, അപ്പൊ മദ്രസയെ പഠിച്ചതാണ് ഇസ്ലാം. മദ്രസയിൽ ഉണ്ടാക്കിയൊരു പാഠപുസ്തകമാണ്,
ആ പാഠപുസ്തകം ഉണ്ടാക്കിയ പണ്ഡിതന്മാരാണ്, പഠിപ്പിച്ചത് വേറെ പണ്ഡിതന്മാരാണ്. ഇവിടെ ഖുർആനും ഹദീസും വെച്ചാണ് വിശദീകരിച്ചത്. അപ്പൊ നല്ല പ്രതീക്ഷ ആദ്യത്തെ വാചകം, കേട്ടതൊക്കെ ശരിയാണ്, പക്ഷെ ഞാൻ സ്വീകരിക്കൂല, ഞാൻ മദ്രസ പഠിച്ചതിനെതിരാണ്. ഇതായിരുന്നു മറുപടി. ഇതുപോലെയാണ് ആളുകൾ. സംഗതി അത് ഖുർആൻ പരിഭാഷയിൽ ഉണ്ടാവും, പക്ഷെ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അതുകൊണ്ട് അങ്ങനത്തെ ഒന്നും എനിക്കിപ്പോൾ കേൾക്കണ്ട. ഞാൻ മുജാഹിദായിട്ട് 1900 ഇത്ര മുതൽ ഞാൻ ഇവിടുത്തെ മുജാഹിദാ. നമ്മളിതുവരെ കേൾക്കാത്ത അപ്പങ്ങൾ പറയുന്നത്, അതുകൊണ്ട് എനിക്ക് കേൾക്കണ്ട എന്ന തരത്തിലുള്ള സംസാരം മുജാഹിദുകൾക്ക് ചേർന്നതല്ല. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ വന്നൊരാൾ 3 പ്രാവശ്യം സലാം പറഞ്ഞു. അങ്ങനെ അയാൾ ഇറങ്ങിപ്പോയി. പിന്നെ ഉമർ ഖത്താബിനോട് പറഞ്ഞു, നിങ്ങൾ എന്തൊരു മനുഷ്യനാണ്, അയാൾ 3 പ്രാവശ്യം സലാം പറഞ്ഞിട്ട്. അങ്ങനെ അയാൾ പറഞ്ഞു, പറഞ്ഞു. എന്നിട്ട് അപ്പൊ അയാൾ അന്വേഷിച്ചു, നിങ്ങൾ എന്താ പോയെന്ന് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരു ആൾ 3 പ്രാവശ്യം ഒരാൾ വീട്ടിൽ വന്ന് സലാം പറഞ്ഞു മടക്കിയില്ലെങ്കിൽ തിരിച്ചു പോകണം. അപ്പൊ ഉമർ ഖത്താബ് ആ ഹദീസ് കേട്ടിട്ടില്ല. മുമ്പൊരു ഞാൻ കേൾക്കാത്തൊരു ഹദീസ് ഇക്ക് കേട്ടോ, അതൊന്നും അംഗീകരിക്കാൻ പറ്റൂല എന്നല്ല. ഉമർ ഖത്താബ് നേരെ അങ്ങാടിയിൽ ഇറങ്ങിയ അപ്പൊ ആൾക്കാർക്ക് പറഞ്ഞു, ചെറിയ കുട്ടിയൊക്കെ പോലും അറിയാലോ ഉമർ ഖത്താബ് ഇത്, നിങ്ങൾ അറിയിട്ടില്ല. അദ്ദേഹം അത് അംഗീകരിച്ചു. അപ്പൊ ഉമർ ഖത്താബ് കേൾക്കാത്തൊരു ഹദീസ് നാട്ടിലുണ്ടാകാൻ പാടില്ല എന്ന് ഉമർ ഖത്താബിന് യാതൊരു, എന്റെ ആ തിരക്കിൽ ഞാനത് കേട്ടില്ല എന്ന് പറഞ്ഞ് വിനീതനായി ആ ഹദീസ് അംഗീകരിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഇപ്പൊ ജിന്നും സിഹറുമായി ബന്ധപ്പെട്ട വിഷയം വിവാദമാകുമ്പോൾ നമ്മൾ വിവാദങ്ങൾ ഉണ്ടായാൽ, യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ളവരെ, അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ, അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ, നിങ്ങൾ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും അനുസരിക്കണം. വ ഉലിൽ അംരി മിൻകും, നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെയും അനുസരിക്കണം. ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ, നിങ്ങൾക്കിടയിൽ വല്ല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ, ഫറുദ്ദൂഹു ഇലല്ലാഹി വർ റസൂൽ, ആ അഭിപ്രായ വ്യത്യാസമുണ്ടായ വിഷയത്തെ നിങ്ങൾ അല്ലാഹുവിലേക്കും അവന്റെ പ്രവാചകനിലേക്കും മടക്കണം. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, വൽ യൗമിൽ ആഖിർ, പരലോകത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ. അപ്പൊ അല്ലാഹുവിലും പരലോകത്തിലും നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഈ അഭിപ്രായ വ്യത്യാസമുണ്ടായ വിഷയത്തെ നിങ്ങൾ അല്ലാഹുവിലേക്കും അവന്റെ പ്രവാചകനിലേക്കും മടക്കണം. ദാലിക ഖൈറുൻ, അതാണ് നിങ്ങൾക്ക് ഉത്തമം. വ അഹ്സനു തഅ്വീല, ഏറ്റവും നല്ല പര്യവസാനം. ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല, ആ പണ്ഡിതൻ അങ്ങനെ പറഞ്ഞു, ഈ പണ്ഡിതൻ ഇങ്ങനെ പറഞ്ഞു, ഈ ഇമാം അങ്ങനെ പറഞ്ഞു, അതൊന്നുമല്ല. അവരൊക്കെ പറഞ്ഞത് അംഗീകരിക്കാം, ഖുർആനിനോടും ഹദീസിനോടും യോജിക്കുമെങ്കിൽ. അപ്പോൾ ആയത്തിന്റെ 1-ാമത്തെ ഭാഗത്ത് 3 അനുസരണങ്ങളുണ്ട്. അല്ലാഹു, റസൂല്, ഉലിൽ അംർ. അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ഒന്ന് കട്ട് ചെയ്തു പടച്ചോൻ, ഉലിൽ അംർ അവിടെ ഒഴിവാക്കി. ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ, നിങ്ങൾക്കിടയിൽ വല്ല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ, ഫറുദ്ദൂഹു ഇലല്ലാഹി വർ റസൂൽ, ആ അഭിപ്രായ വ്യത്യാസമുണ്ടായ വിഷയത്തെ നിങ്ങൾ അല്ലാഹുവിലേക്കും അവന്റെ പ്രവാചകനിലേക്കും മടക്കണം. ഉലിൽ അംറിനെ ഒഴിവാക്കിയാണ്, അവർക്ക് വഹിയില്ല, അവർ മനുഷ്യന്മാരാണ്. എന്നാൽ ഖുർആൻ വഹിയാണ്, ഹദീസും വഹിയാണ്, അതിലേക്കാണ് നമ്മൾ മടക്കേണ്ടത്. അപ്പോ ഈ അഭിപ്രായ വ്യത്യാസമുണ്ടായ വിഷയത്തെ നമ്മൾ അങ്ങോട്ട് മടക്കുന്നു. അപ്പൊ ജിന്ന് സിഹർ വിഷയങ്ങൾ അങ്ങോട്ട് മടക്കുന്നു. ഈ വിവാദങ്ങളിൽ എന്താണ് ഖുർആൻ പറയുന്നത്, എന്താണ് ഹദീസ് പറയുന്നത്, നമ്മളത് പരിഗണിച്ചാൽ നമുക്കതിന് ഉത്തരം കിട്ടും. അപ്പോൾ ജിന്ന് സിഹർ ബന്ധപ്പെട്ട വിഷയം എന്താ ഖുർആൻ പറയുന്നത്, ഹദീസ് പറയുന്നത് പരിശോധിച്ചാൽ വിഷയം അവിടെ തീർന്നു, പൂർണ്ണമായും തീർന്നു. അപ്പോ ജിന്നുണ്ടോ അല്ലേ എന്നുള്ള ഇപ്പൊ തർക്കല്ല, പിശാചുണ്ടോ അല്ലേ കാര്യം അതുണ്ടെന്ന് ഇപ്പൊ ഓരോ ദിവസവും തെളിയാണ്. അത് നമുക്ക് തെളിഞ്ഞു കഴിഞ്ഞു. ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയ ആ ചങ്ങായി ആയതുകൊണ്ട് ഏതായാലും പിശാചുണ്ടോ ജിന്നുണ്ടോ സിഹറുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോ പിശാചിന്റെ കാര്യത്തിൽ ഇപ്പൊ ആർക്കും തർക്കല്ല, അതുണ്ടെന്ന് ഉറപ്പായി. ഇനിയിപ്പോ പിശാച് ബാധ ഉണ്ടോ എന്നുള്ള അടുത്ത പ്രശ്നം. പിശാച് ബാധയുണ്ടോ കേൾക്കുമ്പോൾക്ക് പറയാണ്, പിശാച് കൂടിയേ, ജിന്നു കൂടിയേ, പിന്നെന്തിനാ നമ്മൾ മുജാഹിദായത്? ഇതൊക്കെ അല്ലാന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് കയറി വന്ന് ഇവിടെ ഇപ്പൊ അതാ പിന്നെ നമ്മൾ പോവുക എന്നൊക്കെ പറയുമ്പോൾ കേട്ടാൽ നമ്മൾ വിചാരിച്ചു ഇതൊക്കെ ശരിയല്ല പറയുന്നത്. അപ്പൊ ഇതൊന്നും ഇല്ലാന്ന് വിചാരിച്ച് അങ്ങോട്ട് വന്നെങ്കിൽ അവർക്ക് പോകാം. കാരണം ഖുർആൻ പറഞ്ഞ കാര്യമാണത്, പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയ കാര്യമാണ്. നമുക്കതിനെ കുറിച്ച് അജ്ഞതയുണ്ടെങ്കിൽ പഠിക്കാൻ ശ്രമിക്കണം. ഞാനിത് പറഞ്ഞാലും നിങ്ങൾ ആരും വിശ്വസിക്കേണ്ടതില്ല, പരിശുദ്ധ ഖുർആൻ പറഞ്ഞ കാര്യമാണ്. പരിശുദ്ധ ഖുർആനിൽ ഒട്ടേറെ തെളിവുകൾ കാണാം. അതിൽ ഈ വിവാദമുണ്ടായപ്പോൾ കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ പണ്ഡിതന്മാരെയും അതുപോലെ തന്നെ പ്രസംഗകരെയും പ്രവർത്തകരെയൊക്കെ പുറത്താക്കുന്നതിന് മുമ്പ് 2011 അവസാനത്തിൽ നമ്മുടെ ശാഖയിൽക്ക് ഒരു പുസ്തകം കൊടുത്തയച്ചു. ജിന്ന്, പിശാജ്, റുഖിയ ശറഇയ്യ എന്ന പേരിൽ ഒരു പുസ്തകം കൊടുത്തയച്ചു. ആ പുസ്തകത്തിന്റെ 1-ാമത്തെ എഡിഷനിൽ 30-31 പേജിൽ ജിന്നുബാധയുണ്ട് എന്നതിന് ടി.പി. അബ്ദുൽ മദനിയും എ.പി. അബ്ദുൽ ഖാദർ മൗലവിയും പ്രസിഡന്റും ജനറൽ സെക്രട്ടറി ആയ കാലത്ത് എം മുഹമ്മദ് മദനി KJUവിന്റെ സെക്രട്ടറി ആയിരിക്കെ തന്നെ ശാഖയിലേക്ക് കൊടുത്തയച്ച പുസ്തകത്തിൽ നമുക്ക് കാണാം 2-ാം അധ്യായത്തിലെ 275-ാമത്തെ ആയത്ത്, അല്ലദീന യഅകുലൂന റിബ ലാ യഖൂമുന ഇല്ലാ കമാ യഖൂമു അല്ലദീ യതഖബ്ബതുഹു ശൈത്വാനു മിനൽ ബസ്.
പലിശ തിന്നുന്നവർ പിശാചുബാധ നിമിത്തം മറിഞ്ഞു വീഴുന്നവൻ എഴുന്നേൽക്കുന്നത് പോലെയല്ലാതെ എഴുന്നേൽക്കുകയില്ല. അള്ളാഹു കളവ് പറയില്ല. പിശാചുബാധ എന്നൊരു സംഭവം ഇല്ലെങ്കിൽ ഇല്ലാത്തൊരു കാര്യം അല്ല പറയില്ല. അതുകൊണ്ട് മറിഞ്ഞു വീഴില്ലെങ്കിൽ മറിഞ്ഞു വീഴുന്നവൻ വീഴുന്നത് പോലെ എന്ന കള്ള ഉദാഹരണം അല്ല പറയില്ല. ഈ ആയത്ത് കൊടുത്തിട്ട് കേനം വ്യക്തമാക്കി പിശാച് മനുഷ്യനെ ബാധിക്കുമെന്ന് ഈ ആയത്തിന് മനസ്സിലാക്കാം. അങ്ങനെയാണ് മുജാഹിദ് പ്രസ്ഥാനം നിലപാട് സ്വീകരിച്ചത്. അപ്പോൾ 2:275 മനസ്സിൽ കുറിച്ചിടുക. ജിന്നുബാധ നിഷേധിച്ചാൽ ഖുർആൻ നിഷേധിയാകും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ജിന്നുബാധ ഇല്ലെന്ന് പറഞ്ഞാൽ കേവലം ഒരു കാര്യത്തെ നിഷേധിക്കുന്നവനല്ല, ഖുർആൻ നിഷേധിയായി മാറും. കാരണം ഖുർആൻ ആ കാര്യം പഠിപ്പിച്ചത്. ഇപ്പോൾ അതിനെ നിഷേധിക്കുന്ന ആളുകൾ തന്നെയാണ് 2011 അവസാനത്തിൽ KJUവിന്റെ പേരിൽ നമ്മുടെ ശാഖകളിലേക്ക് ആ പുസ്തകം കൊടുത്തയച്ചിട്ടുള്ളത്. പുസ്തകത്തിൽ വന്ന് നമ്മൾ സ്വീകരിക്കണം എന്നില്ല. ഖുർആനും ഹദീസും അവിടെ തെളിവ് പറഞ്ഞ വിഷയമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പോൾ ജിന്നുബാധയുണ്ട് എന്നത് ഖുർആൻ പഠിപ്പിച്ച കാര്യമാണ്. ഇനി ഹദീസ് നോക്കൂ. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും അവസാനത്തെ അധ്യായം 114-ാമത്തെ അധ്യായം സൂറത്തുൻ നാസ്. അതിൽ കാണാം അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ്. പിശാച് മനുഷ്യന്റെ ഹൃദയത്തിൽ വസ്വാസ് ഉണ്ടാക്കും. ഹൃദയം ശരീരത്തിനകത്തോ പുറത്തോ? അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ്. ഹൃദയത്തിൽ വസ്വാസ് ഉണ്ടാക്കും. ഹൃദയം ശരീരത്തിനകത്തോ പുറത്തോ? ഇനി അതിന്റെ തഫ്സീറിൽ ബുഖാരി മുസ്ലിം ഹദീസ് മുഹമ്മദ് അമാനി മൗലവി എടുത്തു കൊടുത്തിട്ടുണ്ട്. എന്താ ബുഖാരി മുസ്ലിം ഹദീസ്? പിശാചു മനുഷ്യന്റെ രക്തത്തിലൂടെ സഞ്ചരിക്കും. രക്തം ശരീരത്തിനകത്തോ പുറത്തോ? വിഷയം തീർന്നു. നമ്മൾ മനസ്സിലാക്കുന്നത് എ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ബി എന്ന് പറയുന്ന ഒരാളെ ശരീരത്തിനുള്ളിൽ കയറാൻ പറ്റുമോ? ഇല്ലല്ലോ. രണ്ടും മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാ, സാധ്യല്ല. അപ്പൊ കാരണം എന്താ? മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരായ നമ്മൾ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട പിശാചിനെ നമ്മളെ പോലെ കണക്കാക്കി. അത് കയറൂല. അതെങ്ങനെയാ കയറുക? കാരണം നമുക്ക് നമ്മളെ പറ്റിയല്ലോ അറിയുള്ളൂ. പിശാചിനെ റബ്ബ് സൃഷ്ടിച്ചത്, ജിന്നിനെ റബ്ബ് സൃഷ്ടിച്ചത് തീ കൊണ്ടാണ്. അപ്പൊ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടത് ഈ മറക്ക് അപ്പുറത്തുള്ള എനിക്ക് കാണാൻ കഴിയില്ല. എന്നാൽ ജിന്നും മലക്കും അങ്ങനെ അല്ല. കാരണം ഒന്ന് പ്രകാശം കൊണ്ടും മറ്റൊന്ന് തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാ. അതിനെപ്പറ്റി പഠിച്ചാൽ തന്നെ വിഷയം കഴിയും. അപ്പൊ ഖുർആനും ഹദീസും ഇതിൽ തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നു. ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. നിങ്ങൾക്കിടയിൽ വല്ല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ആ അഭിപ്രായ വ്യത്യാസമുണ്ടായ വിഷയത്തെ നിങ്ങൾ അള്ളാഹുവിലേക്കും അവന്റെ പ്രവാചകനിലേക്കും മടക്കണം. അപ്പോൾ ജിന്നുബാധ അഥവാ ജിന്നു മനുഷ്യരത്തിൽ പ്രവേശിക്കുക എന്ന സംഗതി 2:275 കൊണ്ടും ബുഖാരി മുസ്ലിം ഹദീസ് കൊണ്ടും കൂടുതൽ തെളിവുകൾ ഇപ്പോൾ പറയേണ്ട കാര്യമില്ല. മിക്കവാറും ആളുകൾ വിഷയം പഠിച്ചതായതുകൊണ്ട്. എന്നാൽ ആദ്യമായി വിഷയം കേൾക്കുന്ന ചിലരെങ്കിലും, പഠിക്കാൻ ശ്രമിക്കുന്ന ചിലരെങ്കിലും ഉള്ളത് കൊണ്ടാണ് ആ വിഷയം പറഞ്ഞത്. അപ്പൊ ജിന്നുണ്ട്, ജിന്ന് ശരീരത്തിൽ പ്രവേശിക്കും, അഥവാ ജിന്നുബാധയുണ്ടാകും. അങ്ങനെ ഉണ്ടായാൽ എന്താ ചെയ്യാ? ഒരുത്തൻ തെങ്ങുമ്പോ കേറി മുകളിലെത്തി, ഇറങ്ങണ്ടേ? തെങ്ങിന്റെ മുകളിലെത്തി, ഇനി ഓൻ ഇറങ്ങണ്ടേ? ഇറങ്ങണം. ജിന്ന് ശരീരത്തിൽ പ്രവേശിക്കും. കേനമും പറഞ്ഞു, KJയും പറഞ്ഞു. വിവാദ സന്ദർഭത്തിലും പുസ്തകം ഇറക്കി പറഞ്ഞു ജിന്ന് ശരീരത്തിൽ പ്രവേശിക്കും. പ്രവേശിച്ചാലോ അതൊന്ന് ഇറങ്ങിപ്പോണ്ടേ? ഇറങ്ങിപ്പോണേ എന്താ ചെയ്യാ? അതിനാണ് KJI പുസ്തകത്തിന്റെ അടുത്ത നാമം റുഖ്യ ശർഇയ്യ. ചില ആൾക്കാർ ഇത് കേൾക്കുമ്പോൾ തലവേദന വരും. ബുദ്ധി ഓരോന്ന് കൊണ്ടുവരുന്നു. ഇത് KJI ഇറക്കിയ പുസ്തകത്തിന്റെ പേരാ ജിന്ന് പിശാജ് റുഖ്യ ശർഇയ്യ. മുഹമ്മദ് മദനി കൊടുത്തയച്ച പുസ്തകത്തിന്റെ പേരില് ചട്ട തന്നെ റുഖ്യ ശർഇയ്യ എന്ന് കാണാം. അപ്പൊ ശർഇയായി അനുവദിക്കപ്പെട്ട ചികിത്സ അഥവാ മന്ത്രങ്ങള്, പ്രാർത്ഥനകൾ എന്നാണല്ലോ അതിന്റെ തത്വം. അതാണല്ലോ. അപ്പോൾ അതാണ് ചെയ്യേണ്ടത്. ഇതാണ് നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുള്ളത്. കെ മൗലവിയുടെ ഫത്വ 2008 നമ്മിൽ നിന്നും പിരിഞ്ഞ് 6 കൊല്ലം കഴിഞ്ഞതിന് ശേഷം മടവൂർ വിഭാഗം KM മൗലവിയുടെ ഫത്വ റീപ്രിന്റ് ചെയ്തു, പുസ്തകാക്കി. KM മൗലവിയുടെ ഫത്വകൾ നിന്ന് പുസ്തകാക്കി. എന്നിട്ട് CP ഉമർ സുല്ലമി അതിന് ആമുഖം എഴുതി. ആ ആമുഖത്തിൽ CP ഉമർ സുല്ലമി മടവൂർ വിഭാഗത്തിന്റെ പണ്ഡിത സംഘടനയുടെ സെക്രട്ടറി പറഞ്ഞു, സൂക്ഷ്മതയോടുകൂടിയാണ് ഈ വിഷയം KM മൗലവി തന്റെ ഫത്വകൾ കൈകാര്യം ചെയ്തത്. അദ്ദേഹം പ്രൊമോട്ട് ചെയ്തു, ഇത് വളരെ ആധികാരികമായ ഫത്വയാകുന്നു. യുവത അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ആമുഖക്കുറിപ്പും എഴുതി. അങ്ങനെ ഇറങ്ങിയ പുസ്തകമാണ് KM മൗലവിയുടെ ഫത്വകൾ. അതിൽ നമുക്ക് കാണാം ഈ വിഷയത്തിൽ എന്താണ് ജിന്ന് ശരീരത്തിൽ പ്രവേശിച്ചാൽ ചെയ്യേണ്ടത്. എന്നാൽ ഖുർആനിലെ ആയത്തുകൾ, അള്ളാഹുവിന്റെ നാമങ്ങൾ, ഗുണങ്ങൾ
റസൂലുള്ള പഠിപ്പിച്ച പ്രാർത്ഥനകൾ എന്നിവയെ കൊണ്ട് പിശാചുബാധയോ മാരണമോ ഉണ്ടായി എന്ന് പറയപ്പെടുന്നവർക്ക്, എന്ന് വിചാരിക്കപ്പെടുന്നവർക്ക് ചികിത്സിക്കുന്നത് കൊണ്ട് ദോഷമില്ല. എന്താണ്? പിശാചുബാധ ഉണ്ടായി അല്ലെങ്കിൽ ജിന്നുബാധ അല്ലെങ്കിൽ സിഹ്റുബാധ ഉണ്ടായി എന്ന് വിചാരിക്കപ്പെടുന്നവർക്ക് ചികിത്സിക്കുന്ന കൊണ്ട് ദോഷമില്ല. എന്തുകൊണ്ട്? ഖുർആനിലെ ആയത്തുകൾ, അള്ളാഹുവിന്റെ നാമങ്ങൾ, ഗുണങ്ങള്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനകൾ എന്നിവയെ കൊണ്ട്. അപ്പൊ ഇത് 2013 പറഞ്ഞതാ? 2012 പറഞ്ഞതാ? 2002 പുതിയ വാദം കൊണ്ടുവന്നതാ? അല്ല. KNM ഒന്നാമത്തെ പ്രസിഡന്റ് അന്ധവിശ്വാസി എന്ന് പുറത്താക്കേണ്ടി വരില്ല എങ്ങനെയാണെങ്കിൽ. അത് അന്ധവിശ്വാസമാണെങ്കിൽ ആ അന്ധവിശ്വാസം മടവൂർ വിഭാഗം 2008 വീണ്ടും ജനങ്ങളെ പഠിപ്പിച്ചു എന്ന് പറയേണ്ടി വരില്ലേ? അപ്പോൾ അത് പുതിയതല്ല, നേരത്തെ ഉള്ളതാണ്. അതിന് റുഖ്യ ശർഈയാണ് ചെയ്യേണ്ടത്. ഇവിടെ KM മൗലവി ഇത് പറയേണ്ടി വന്നത് അദ്ദേഹം ഇസ്ലാഹി കേരളത്തിന് രൂപം കൊടുക്കുന്ന ആദ്യ കാലഘട്ടത്തിൽ ഇങ്ങോട്ട് കടന്നു വന്നപ്പോ ഇവിടെ ജിന്നും സിഹിറും പിശാചുബാധയും സിഹിറുബാധയും മാറ്റലും പിഴിക്കലും പകരം സിഹിറിയലും സിഹിർ ചെയ്യിപ്പിക്കലും ആകെ മുലിയാമാരെ കളിയാ. ജാറത്തിലൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരാ, സിദ്ധന്മാരെടുത്തുണ്ട്, പണിക്കന്മാരെടുത്തുണ്ട്, ഒക്കെ പോകുന്നത് മുസ്ലിങ്ങളാ. മുസ്ലിം സ്ത്രീകളും പുരുഷന്മാരാ പോകുന്നത്. ഈ കാഴ്ച കണ്ടപ്പോ ഒരു ഭാഗത്ത് ചേകനൂരിയൻ ആശയം, CNN ആശയം ഒരു ഭാഗത്ത്, ജിന്നും സീറും ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുന്ന ഒരു കൂട്ടർ ഒരു ഭാഗത്തുണ്ട്. ഇപ്പുറത്ത് ഇതൊക്കെ വന്നാൽ ജാറത്ത് പോണം, മുലിയാരെടുത്ത് പോണം, തങ്ങളെടുത്ത് പോണം എന്ന് പറയുന്ന ഒരു കൂട്ടരും ഉണ്ട്. ഇവിടെ KM മൗലവി പറഞ്ഞു, നിങ്ങൾ പറയുന്നതിന് നടുക്കാണ് സംഭവം. ജിന്നുബാധയുണ്ട്, സിഹിർബാധയുണ്ട്, നിഷേധിക്കാൻ പറ്റൂല എന്ന് നിഷേധികളായ CN അഹമ്മദ് മൗലവിയുടെ ആശയക്കാരായ ആൾക്കാരോട് ഒരു ഭാഗത്ത് പറഞ്ഞു. ഇപ്പുറത്ത് പറഞ്ഞു, അങ്ങനെ ഉണ്ടായാൽ റുഖ്യ ശിർക്കിയ ചെയ്യരുത്. റുഖ്യ ശിർക്കിയ എന്ന ശിർക്കിന്റെ അടിസ്ഥാനത്തിലുള്ള ചികിത്സ, മന്ത്രങ്ങള്, പ്രാർത്ഥനകൾ നിങ്ങൾ ചെയ്യരുത്, ആള് നരകത്തിലെത്തും. അതുകൊണ്ട് അതിൽ നിങ്ങൾ മോചിതരാകണം. മുലിയാരടുത്തേക്ക് പോകല്ലേ, നിങ്ങൾ തങ്ങന്മാരടുത്തേക്ക് പോകല്ലേ, നിങ്ങൾ ജാറത്തിലേക്ക് പോകല്ല, പണിക്കരടുത്തേക്ക് പോകല്ല. പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? സിഹിറന്നല്ല, പിശാചുബാധ അല്ല നല്ല കേമൽ സംഗതി ഉണ്ട്. അതിന് ചെയ്യേണ്ടത് അള്ളാഹുവിലേക്കുള്ള മടക്കമാണ്, പ്രവാചകനിലേക്കുള്ള മടക്കമാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത പിശാചാണ്. ആ പിശാചിനെ സൃഷ്ടിച്ച പടച്ചോനോട് കംപ്ലൈന്റ് പറയാ വേണ്ടത്. അതുകൊണ്ട് പടച്ചോനോട് പരാതി പറയാ, പടച്ചോൻ നിശ്ചയിച്ച ചികിത്സ എടുക്കുക. അത് ഖുർആനിലേക്കുള്ള മടക്കാണ്, ഖുർആൻ ഓതലാണ്, ഹദീസിൽ പറഞ്ഞ പ്രാർത്ഥനകളാണ് എന്ന് KM മൗലവി പഠിപ്പിച്ചു. അതാണ് റുഖ്യ ശർഈയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അന്ന് മുതലേ ഉള്ള കാര്യമാണ്. ഇവിടെയാണ് തെറ്റിദ്ധാരണാക്കിയത്. മടവൂർ വിഭാഗം ഇത് തെറ്റിദ്ധരിപ്പിച്ച് അന്ധവിശ്വാസം എന്ന് പറഞ്ഞപ്പോ നമ്മൾ പലയിടങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങളിൽ മറുപടി പറഞ്ഞു. അതിലൊരു മറുപടി കടവത്തൂരിൽ വെച്ച് സക്കരിയ സ്വലാഹി ആയിരുന്നു. അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിനിടയ്ക്ക് അദ്ദേഹം പറഞ്ഞു, ഒരാളുടെ ശരീരത്തിൽ ജിന്ന് പ്രവേശിച്ചു എന്നിരിക്കട്ടെ, അയാൾ ഏർവാടിയിൽ പോയി. ഏർവാടിയിൽ പോകുമ്പോൾ പിശാച് ഒരു പക്ഷേ മാറിക്കൊടുക്കും. അപ്പൊ അയാൾക്ക് തോന്നും രോഗം മാറി, ക്ലിപ്പ് കഴിഞ്ഞു. ഇത്രേ ക്ലിപ്പുള്ളൂ, കണ്ടോ? ഇപ്പൊ എങ്ങനെയുണ്ട്? ഇത്രയും കാലം ഏറും കുത്തും കൊണ്ട് തൗഹീദി പ്രസ്ഥാനം ഉണ്ടാക്കിയിട്ട് ഏർവാടി പോണ അപ്പൊ ഈ ചെങ്ങായി പറയുന്നത് കണ്ടോ? ഇതെന്നാ പറഞ്ഞത്? ഭയങ്കര അന്ധവിശ്വാസത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഏർവാടി പോകാന്ന് കടവത്തൂര് പ്രസംഗിച്ചു, ഭയങ്കര ക്ലിപ്പ് മത്സരം. അവസാനം എന്റെ ബാക്കി എന്താ അറിയോ? ബാക്കി എന്താ? ഇങ്ങനെയാണ് പിശാച് ശിർക്കിലേക്കും അതുവഴി നരകത്തിലേക്കും കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ആ കെണി പെടാൻ പാടില്ല എന്ന ബാക്കി. ആ ക്ലിപ്പ് ഇപ്പോഴും ഉണ്ട്. ഇവിടെ ഏതോ ഒരു സായത്തിൽ ഹുത്തുവ പറഞ്ഞു പോയ KKP അദ്ദേഹം കൊണ്ടെടുത്ത ക്ലിപ്പ് ഇത് തന്നെ ആയിരുന്നു. മനസ്സിലായില്ലേ? അപ്പോ പിശാചിന്റെ ലക്ഷ്യം എന്താ? നമ്മളെ ശിർക്കിലെത്തിക്കണം. അപ്പൊ ഈ ചങ്ങാതി എന്ത് ചെയ്യും? ഒരു പക്ഷേ ഏർവാടി എത്തുമ്പോൾ മാറിക്കൊടുക്കും. വെറുതെ പറയും എനിക്ക് മാറിയില്ലേ, ഇന്ന ആൾക്ക് മാറിയില്ലേ, മാറുമൊക്കെ ചെയ്യും. അതിൽ വിശ്വസിക്കാം. ചങ്ങായി മാറിക്കൊടുക്കുകയാണ്. എന്തിന്? നമ്മളെ ശിർക്കിലെത്തിക്കാൻ. അപ്പൊ ആ കുടുംബം പറയും, ഞങ്ങൾ മുജാഹിദ് ആശയൊക്കെ ഓർമ്മ ഉണ്ടായി, പക്ഷെ എങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോ ഞങ്ങൾ ജീപ്പിൽ ഏർവാടി കൊണ്ടുപോ സൂക്കടങ്ങ് മാറിപ്പോയി. അപ്പൊ പിന്നെ അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അപ്പൊ ആ കുടുംബം ഒന്നായി ശിർക്കിലെത്തി. അതുകൊണ്ട് ഇത് പിശാചിന്റെ കളിയാണ്, അങ്ങോട്ട് പോകരുത്, ആ കെണിയിൽ പെടരുത് എന്ന് ശിർക്കിലേക്ക് എത്താതിരിക്കാനാണ് ഇത് പറഞ്ഞത്. അതാണ് പകുതി കട്ട് ചെയ്തിട്ട് ഉപയോഗിച്ചത്. അപ്പൊ അതുകൊണ്ട് പിശാചുബാധ, സിഹിറുബാധ ഇത് രണ്ടും. ഇനി സിഹിറിനെ പറ്റി പറയുമ്പോൾ ചില ആൾക്കാർ പറയും, നിങ്ങൾ ഇപ്പൊ പറഞ്ഞു കേട്ട് നോക്കുമ്പോ, കേസറ്റൊക്കെ കേട്ട് നോക്കുമ്പോ സിഹിറൊക്കെ ഉണ്ട്, അംഗീകരിക്കാണ്ടിരിക്കാൻ പറ്റില്ല, ഖുർആനിൽ ഹദീസിൽ. എന്നാലും
എന്നാലും അള്ളാന്റെ റസൂലിന് സിഹർ ഫലിച്ചു എനിക്ക് ഇങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ചില ആൾക്കാർ ആത്മാർത്ഥമായിട്ട് പറയാണ്, വിഷയം പഠിക്കാത്തതിനുള്ള പ്രശ്നമാണ്. എന്നാലും നിങ്ങളൊന്ന് ആലോചിക്കുക, അള്ളാന്റെ റസൂലിന് സിഹർ ഫലിച്ചു, വഹിയൊക്കെ ഇറക്കുന്ന ഒരു പ്രവാചകനല്ലേ, ആ പ്രവാചകന് സിഹർ, എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ആത്മാർത്ഥമായിട്ടാ പലരും പറയുന്നത്. വിഷയം പഠിച്ചാൽ തീരും. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ഫലിച്ചത് അവിടുത്തെ ഒരു അയോഗ്യത അല്ല, ഡിസ്ക്വാളിഫിക്കേഷൻ അല്ല, നബിന്റെ ഒരു തകരാറല്ല, നബിന്റെ അയോഗ്യതയല്ല അത്. മറിച്ച് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യരിലേക്കുള്ള പ്രവാചകനാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് വരുന്ന വിഷയങ്ങൾക്കുള്ള പരിഹാരം എന്ത് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കണം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിക്ക് സിഹർ ഫലിപ്പിച്ചു. അങ്ങനെ സിഹർ ഫലിപ്പിച്ചപ്പോൾ നേരത്തെ നബിനോട് പറഞ്ഞിട്ടല്ലോ, റസൂലുള്ള അള്ളഹാനോടാ ഫത്വ വയ്ക്കുന്നത്. പടച്ചോൻ എന്തത് സംഭവം, ഒരു അസ്വസ്ഥത തോന്നുന്നു. അപ്പൊ അള്ളഹാനോട് ചോദിച്ചപ്പോ അള്ള 2 മലക്കിനെ ഇറക്കി കൊടുത്തു. ഒരു മലക്ക് തലഭാഗത്തും മറ്റേ മലക്ക് കാൽഭാഗത്തും നിന്നു. എന്നിട്ട് അവർ പരസ്പരം സംസാരിച്ചു. ലബീദ് ഇബ്നു അസം എന്ന് പറഞ്ഞ ആളാണ് ചെയ്തത്. ഇന്ന കാര്യങ്ങൾ ഇന്ന കിണറ്റിൽ കൊണ്ട് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ റസൂലുള്ള കടന്നിങ്ങനെ കേൾക്കുകയാണ്. ആ മലക്കുകൾ പോയി. റസൂലുള്ള പറഞ്ഞു, ആ കിണർ പോയി നോക്കണം. സ്വഹാബത്ത് പോയി നോക്കി. അവിടെ മുടിയും ചീർപ്പും ഈത്തപ്പനയുടെ കൊലയൊക്കെ ഉണ്ട്. വെള്ളത്തിന്റെ കളർ വരെ മാറി, എടുത്തൊഴിവാക്കി. റസൂലുള്ള സൂറത്തുൽ ഫലക്കും നാസോദി അള്ളാഹിനോട് ദുആയിരുന്നു. സംഭവം കഴിഞ്ഞു. അപ്പൊ റസൂലുള്ളാഹിക്ക് സിഹർ ഫലിച്ചിട്ടുണ്ട്. ചില ആൾക്കാർ 4 മാസം 6 മാസം ആര് പറഞ്ഞു അത് ഇബ്ലീസിന്റെ വേറൊരു കളിയാ. അത് ഇബ്ലീസിന്റെ വേറൊരു കളി. ആര് പറഞ്ഞു 4 മാസം 6 മാസം എന്നൊക്കെ? അങ്ങനെ ഉണ്ട് അങ്ങോട്ട് പ്രസ്താവിക്കന്നെ, വേറൊന്നുമില്ല. അപ്പോ സിഹർ ഫലിച്ചിട്ടുണ്ട്. ആ സിഹർ ഫലിച്ചത് വഹയിന്റെ അടിസ്ഥാനത്തിലാണ്. പിന്നെ വഹി നമുക്ക് കിട്ടാണ്ടായി പോലെ. ഇത് വഹിയാണേ, ഇപ്പറഞ്ഞതൊരു വഹിയാ. ആ വഹി നമ്മൾക്ക് എത്തിച്ചേരണം. കാരണം എന്താ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ, സിഹർ എന്ന് പറയുന്ന ഒരു സംഭവം പരീക്ഷണമായി ഒരു സത്യവിശ്വാസിക്ക് വന്നാൽ, അയാൾ തങ്ങളെടുത്തോ പണിക്കരെടുത്തോ പോയി പകരം സിഹർ ചെയ്യിപ്പിച്ച കാഫറായി പോകും. സിഹർ ചെയ്താലും ചെയ്യിപ്പിച്ചാലും പകരം ചെയ്യിച്ചാലും ഒക്കെ കാഫറായി പോകും, ഇസ്ലാമിന് പുറത്തായി പോകും. അപ്പണിയിലേക്ക് പോകരുത്. അതിന് പകരം അങ്ങനെ തോന്നിയാൽ പടച്ചോനോട് പ്രാർത്ഥിക്കാണ് വേണ്ടത്. സൂറത്തുൽ ഫലക്കും നാസ് ഓതിയിട്ട് അള്ളാഹിനോട് ദുആരക്കാണ് വേണ്ടത്. ഇതാണ്. ഇപ്പൊ കണ്ണേറുണ്ട് എന്നാ പറയുന്നത്. എന്റെ പടച്ചോനെ, ഇനിയിപ്പോ എവിടുക്കാ അവര് പോവാന്നാ കേട്ടാ വിചാരിക്കും 2000 പുതിയ പത്രപ്രസ്താവന എടുത്താ കണ്ണേറുണ്ട്. ഒന്ന് വീട്ടിൽ പോയി അമാനി മലിന്റെ പരിഭാഷ എടുത്തു നോക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കണ്ണേറിനെതിരെ പ്രാർത്ഥിച്ച പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പേരക്കുട്ടികൾക്ക് വേണ്ടി ദുആയിരുന്നു. അപ്പൊ ഇബ്രാഹിം നബി അന്ധവിശ്വാസിയായില്ലേ? മുഹമ്മദ് അമാനി മലിന്റെ പരിഭാഷയിൽ നമ്മളെ പള്ളിയിലുണ്ട് പരിഭാഷ, അന്നുള്ളതാ. അപ്പൊ കണ്ണേറ് എന്ന് പറഞ്ഞ അന്ധവിശ്വാസമല്ല. കണ്ണേറിന്റെ പേരിൽ അന്ധവിശ്വാസത്തിലേക്ക് പോകരുത്. കരിങ്കണ്ണ നോക്കല്ലേ ബോർഡ്, വൃത്തികെട്ട രൂപം ഉണ്ടാക്കി വെക്കുക. ചില ആൾക്കാർ ഇപ്പൊ മാഷാ അല്ലാ എഴുതി വെക്കാൻ തുടങ്ങി. ഇനി അതൊരു വിധത്തായി മാറും. മാഷാ അല്ലാ മാഷാ, അങ്ങനെ നല്ല നിർദ്ദേശമുണ്ട് അങ്ങനെ എഴുതി വെക്കാൻ. മാഷാ അല്ലാ എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കുട്ടി, നല്ല വെളുത്തൊരു കുട്ടി, ആ കുട്ടിനെ പറ്റി പിന്നെ ഒരു ഭംഗിവാക്കി പറഞ്ഞപ്പോ കുട്ടി കണ്ണേറ് പറ്റി കഴിഞ്ഞു. മാഷാ അല്ലാ എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? ഹദീസിലുള്ളതാണ്. അപ്പൊ നമുക്ക് അത്ഭുതകരമായ ഒരു കാഴ്ച കണ്ടാൽ മാഷാ അല്ലാ എന്താണ് പറയേണ്ടത്? അത് എഴുതി വെച്ച് ഒരു ആചാരമാക്കിയാൽ അതും വിദഅത്തിലേക്ക് പോകും. അപ്പോൾ ഇങ്ങനെ കണ്ണേറിന്റെ പേരിലുള്ള വികലമായ വിശ്വാസങ്ങളിലേക്കും ആചാരങ്ങളിലേക്കും പോകരുത്. എന്താ പുറത്തു അറിയോ? ആ വീടൊക്കെ ഉണ്ടാക്കുമ്പോ അങ്ങനെയൊക്കെ എഴുതി വെക്കണം എന്നാ ചോലിന്ന് പ്രസംഗിച്ചത്. ഞാൻ എന്റെ ചെവിയോണ്ട് കേട്ടതാണ്, കണ്ണേറുണ്ട് എന്നാണ് പറഞ്ഞത്. അവിടെ അങ്ങനെ എഴുതി വെക്കരുത് ഞാൻ പറഞ്ഞു, വെക്കണം എന്നാക്കി മാറ്റും. കണ്ണേറുണ്ട്, കണ്ണേറ് പടച്ചവന്റെ നിശ്ചയമാണ്. അതിനെതിരെ റബ്ബ് സുബ്ഹാനഹു വ തആലയോടാണ് പ്രാർത്ഥിക്കേണ്ടത്. അതിന്റെ പേരിൽ ഒരന്ധവിശ്വാസവും ഒരനാചാരവും ചെയ്യരുത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വിവാദ വിഷയങ്ങളിൽ 10 മിനിറ്റ് കൊണ്ട് വിഷയം പഠിക്കാനേ ഉള്ളൂ. ഞമ്മക്കൊരു പ്രശ്നം, നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലെങ്കിൽ ദഹിക്കൂല. ഞാൻ കണ്ട ചില ഭക്ഷണം മാറ്റി ചെന്നാൽ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും എത്ര ഇങ്ങോട്ട് ദഹിക്കൂല. ആ ദഹിക്കായികയുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹിനോട് ദുആരക്കുകയും വിഷയം നന്നായി പഠിക്കുകയും നന്നായി വായിക്കുകയും ഒരൊറ്റ പ്രാവശ്യം മുഹമ്മദ് അമാനി അലിയുടെ ഖുർആൻ പരിഭാഷ വായിച്ചാൽ ഈ വിഷയം വരുമ്പോൾ ഒരു തർക്കവും ആർക്കും ഉണ്ടാവില്ല. എല്ലാം അതിൽ കൃത്യം, ജിന്നും സീറും ഒക്കെ അതിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഷോ കേസ് കാണാനുള്ള കേസ്, അമാന്റെ 4 ഇവിടെ ഉണ്ട്,
മറ്റത് ഇവിടെ ഉണ്ട്, ഒക്കെ ഉണ്ട്, ഒക്കെ ബാക്കി വീട്ടിലാരും വന്നാൽ കാണിച്ചു കൊടുക്കാനാണ് വെച്ചതാ. ബഹുമാനപ്പെട്ടവർ തുറന്നു നോക്കിയിട്ടില്ല. ഇവിടെ ഭയങ്കര വിവാദമൊക്കെ ഉണ്ട്, പക്ഷേ സാധനം എടുത്ത് നോക്കിയിട്ടില്ല. ആ പ്രശ്നത്തിൽ അപ്പൊ അത് എടുത്ത് വായിച്ചാൽ പ്രശ്നം തീരും. അപ്പൊ അതുകൊണ്ട് ഇതാണ്. ഇനി ഈ വിഷയത്തിന്റെ പേരിൽ ജമാഅത്തെ ഇസ്ലാമി അവര്